കുവൈറ്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വിപുലമായ ആഘോഷങ്ങളൊരുക്കി കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം. ശനിയാഴ്ച വൈകുന്നേരം ഷെയ്ഖ് സാദ് അൽ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. കുവൈറ്റിൽ ആരംഭിക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന പരിപാടിയിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 43 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നുവെന്ന ചരിത്രം കുറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നിർണായകമായ കുവൈറ്റ് സന്ദർശനം. ഇന്ത്യ കുവൈറ്റ് സൗഹൃദം ഏറ്റവും കൂടുതൽ ശക്തമായ നിലയിൽ പോകുന്ന ഈ സാഹചര്യത്തിലാണ് കുവൈറ്റിന്റെ ക്ഷണം പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത്. ശനിയാഴ്ച ബയാൻ പാലസിലെത്തുന്ന മോദി കുവൈറ്റിന്റെ ഉന്നത ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്തും. വിപുലമായ ആഘോഷങ്ങളും ആദരവ് നൽകി നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാനാണ് ഇന്ത്യൻ സമൂഹം ഒരുങ്ങിയിട്ടുള്ളത്. സുരക്ഷ ഉൾപ്പെടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ത്യയിൽ നിന്നും SPG ഉദ്യോഗസ്ഥർ കുവൈറ്റിലെത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സബ അൽ സാലേമിലെ സ്റ്റേഡിയത്തിൽ വർണ്ണശബളമായ ആഘോഷ പരിപാടികളാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയിട്ടുള്ളത്. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരികത വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളി ക്യാമ്പും സന്ദർശിക്കും. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്.